ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ദേവസ്വം ബോർഡ് ആനയെ വിട്ടു നൽകാത്തതിനെതിരെ പ്രതിഷേധം. ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളുമാണ് ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ ക്ഷേത്രത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ ചിത്ര ഉത്സവത്തിന് വിഷുദിനത്തിൽ കൊടിയേറും. കൊടിയേറ്റു മുതൽ ആറാട്ട് വരെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് 9 ആനകളെയാണ് സാധാരണ എഴുന്നള്ളിക്കുക. ഇതിനായി 4 ആനകളെയാണ് പതിവായി ദേവസ്വം ബോർഡ് നൽകുന്നത്. എന്നാൽ ഇത്തവണ ഒരാനയെ മാത്രമേ നൽകുകയുള്ളൂ എന്ന നിലപാടാണ് ദേവസ്വം ബോർഡിന്റേത്. 10 ദിവസത്തെ ഉത്സവത്തിന്റെ ചിലവുകളെല്ലാം ക്ഷേത്രോപദേശക സമിതിയാണ് വഹിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ചെലവ് ആനയെ വിട്ടു നൽകുക എന്നത് മാത്രമാണ്. ദേവസ്വം ബോർഡിന് വൻതുക വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായിരുന്നിട്ടും ആനകളെ വിട്ടു നൽകാത്തതാണ് ഭക്തരുടെ പ്രതിഷേധത്തിന് കാരണം. നമ്മുടെ ബോർഡിന്റെ ഡെപ്യൂട്ടി മുതൽ AC ഡെപ്യൂട്ടി അതുപോലെ തന്നെ DC ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മൾ സമീപിച്ച് അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഒരു തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ ഉപദേശ സമിതി ഒരു പൊതുയോഗം ഹരിപ്പാട് മുഴുവൻ ഭക്തജനങ്ങളെയും വിളിച്ചൊരു പൊതുയോഗം വിളിച്ച് പൊതുയോഗത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ഉപദേശ സമിതി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് ഈ ഉത്സവം ഏറ്റെടുത്ത് നടത്തണമെന്നുള്ളതാണ് ഭക്തന്മാരുടെ അഭിപ്രായം. ക്ഷേത്രത്തിൽ സ്ഥിരമായി ദേവസ്വം മാനേജർ ഇല്ലാത്തതാണ് ഉത്സവ നടത്തിപ്പിന് ബുദ്ധിമുട്ട് നേരിടാൻ കാരണമെന്നും പരാതിയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ആനയുടെ വിഷയത്തിന് പരിഹാരമായില്ലെങ്കിൽ ഈ മാസം 31-ന് പൊതുയോഗം വിളിച്ചുകൂട്ടി സ്ഥാനമൊഴിയാനാണ് ഉപദേശക സമിതിയുടെ തീരുമാനം. ആനയെ വിട്ടു നൽകുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളെല്ലാം ദേവസ്വം ബോർഡ് തന്നെ ഏറ്റെടുത്ത് നടത്തട്ടെ എന്ന നിലപാടിലാണ് ഉപദേശക സമിതി. ജനം, ആലപ്പുഴ.